ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു ഹെയർ പിൻ എങ്ങനെ നമുക്ക് അടിപൊളിയാക്കി റെഡിയാക്കി എടുക്കാം എന്നാണ്. അതിനുള്ള മെറ്റീരിയൽസ് നോക്കാം. മെയിനായിട്ട് ഹെയർ പിന്ന് വേണം. അത് ഈ 12 പിന്നുള്ള ഒരു പാക്കറ്റ് 14 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ബീഡ്സ്, ഇവിടെ ബീഡ്സും ക്രിസ്റ്റലും മിക്സ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെറ്റൽ വയറാണ്, ഗോൾഡൻ കളർ തിന്നായിട്ടുള്ള മെറ്റൽ വയറാണ് എടുത്തിരിക്കുന്നത്. സൈസ് 0.4 mm സൈസ് വരുന്ന ഒരു മെറ്റൽ വയറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു റോളിൽ 73 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഇനി നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെറ്റൽ വയർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 10 സെൻറ്റിമീറ്ററാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത്രയും ഈ ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ സ്ലൈഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു എൻഡ്, ഈ മെറ്റൽ വയറിൻ്റെ ഒരു എൻഡ് നമുക്ക് ചുറ്റി അവിടെ ടൈറ്റാക്കി വെക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ചുറ്റാൻ കിട്ടും. അത്രയ്ക്ക് കട്ടിയില്ലാത്ത വയറല്ല, കുറച്ച് തിന്നായതുകൊണ്ട് ഈസി ആയിട്ട് ചുറ്റി വെക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഏറ്റവും അറ്റം വരുന്നത് ടിപ്പ് ഈ പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത് പൊങ്ങി വന്ന് കുത്താതിരിക്കാൻ. ഓക്കെ, അത് പ്രസ് ചെയ്ത് അവിടെ ഒന്ന് സീലാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. വൈറ്റ് കളർ മുത്ത് ചെറുതും ഒന്ന് മാത്രം കുറച്ച് വലിയ സൈസ്, പിന്നെ 2 ക്രിസ്റ്റൽസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മുത്തിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കോർത്ത ശേഷം എത്ര ലെങ്ത്താണോ നമുക്ക് സ്ലൈഡിൻ്റെ മുകളിലോട്ട് നിൽക്കേണ്ടത് എന്ന് കണക്കാക്കിയ ശേഷം അത്രയും ലെങ്ത്ത് പിടിച്ച ശേഷം ആ മുത്തിൽ പിടിച്ചിട്ടൊന്ന് ചുറ്റിയാൽ മതി. അപ്പോൾ ആദ്യം ഈ വയറൊന്ന് ചുറ്റുക. അതിനുശേഷം രണ്ടറ്റും ചേർത്ത് സ്ലൈഡിൻ്റെ ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ആ മുത്തിൽ പിടിച്ചിട്ട് നന്നായി തിരിച്ച് വെക്കുക. അത് നല്ല പിരിച്ച് ടൈറ്റാക്കി വെക്കാം. അതിനുശേഷം നെക്സ്റ്റ് മുത്ത് കോർക്കാം. അപ്പോൾ ഒരു മുത്ത് ഒരു ക്രിസ്റ്റൽ ആ ഓർഡറിലാണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ മുത്തിനേക്കാൾ കുറച്ച് മേലെ നിൽക്കുന്ന ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ കറക്റ്റായിട്ട് പിടിച്ചു നോക്കുക. അതിനുശേഷം അതും ഈ മുത്തിൽ പിടിച്ചിട്ട് നന്നായി പിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് ലെങ്ത്ത് എത്ര വേണമെങ്കിലും കൂടുതൽ നമുക്ക് എടുക്കാം. അതിനനുസരിച്ച് വയർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തും കുറച്ചുകൂടി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു മുത്തന്നെ കോർക്കുന്നത്. അപ്പോൾ ആദ്യം കോർത്ത വൈറ്റ് കളർ മുത്തിനേക്കാൾ കുറച്ചുകൂടി വലിയ സൈസിലുള്ള മുത്താണ് ഈ നടുവിൽ കോർക്കുന്നത്. അതും ഈ ക്രിസ്റ്റലിനേക്കാൾ കുറച്ച് മേലെ നിൽക്കുന്ന ലെങ്ത്ത് കണക്കാക്കി വെച്ച ശേഷം ഈ രണ്ടറ്റും ഒരുമിച്ച് പിടിച്ചിട്ട് ഈ മുത്ത് തിരിക്കുകയാണ്. ഓക്കെ, ഇത് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പിരിച്ച് ടൈറ്റ് ചെയ്യാം. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്രത്തോളം തിക്നെസ് വേണോ, നല്ല കട്ടിയിൽ നിറയെ മുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് ഞാൻ സിമ്പിളായിട്ട് 5 മുത്തേ അതിൽ കോർക്കുന്നുള്ളൂ. നടുവിൽ ഒരു വലിയ മുത്ത് വരുന്നതിൽ 2 സൈഡിലും ഓരോ ക്രിസ്റ്റലും ഓരോ വൈറ്റ് കളർ ബീഡുമാണ് ഇതിൽ കോർക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ എത്ര വേണമെങ്കിലും കോർക്കാം, എത്ര കൂടുതൽ വേണമെങ്കിലും കോർക്കാം. അതുപോലെ തന്നെ എത്ര തിക്കായിട്ട് ഈ സ്ലൈഡിനോട് ചേർന്നിരിക്കുന്ന പോലെയും നമുക്ക് കോർക്കാം. അതായത് ഈ ചുറ്റി വെച്ചിരിക്കുന്ന ഈ വയറൊന്നും കാണില്ല, അത്രയും തിക്കായിട്ട് നിറയെ മുത്ത് കോർക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു മുത്ത് കൂടി കോർത്ത് ഇത് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഹെയർ പിന്നിൽ മുത്ത് കോർക്കുന്നതിൻ്റെ വേറെ ഡിസൈൻസൊക്കെ 2-3 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് അതിൽ നിന്നും വ്യത്യസ്തമായതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേ ഡിസൈൻ കമ്മല് മാലയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ മെറ്റൽ വയറിൽ മുത്ത് കോർത്തിട്ട് ഇങ്ങനെ പിരിച്ച് ചെയ്യുന്ന ഡിസൈൻസിന് നിറയുണ്ട്. സ്ലൈഡിൽ തന്നെ നമുക്ക് ചെയ്യാം. മെറ്റൽ വയർ കാണുന്നത് മറ്റേ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത്, അത് നീറ്റായിട്ട് മുത്ത് മാത്രം കാണുന്ന ഭാഗത്ത് നമുക്ക് നടുവിലായിട്ട് ഒരു മുത്തുകൂടി കോർക്കും. അപ്പോൾ ഈ ചുറ്റി വെച്ചിരിക്കുന്ന മെറ്റൽ വയറൊന്നും നമുക്ക് കാണില്ല. അപ്പോൾ ജസ്റ്റ് ആ മുത്ത് കോർക്കുക. അതിനുശേഷം ഈ മെറ്റൽ വയർ അതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടി കോർത്തിട്ട് വീണ്ടും നല്ല ടൈറ്റായിട്ട് ചുറ്റി വെക്കുക തന്നെയാണ്. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ അതിൻ്റെ മെറ്റൽ വയറിൻ്റെ ഒരറ്റം ചുറ്റിയത്, അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റി നല്ല ടൈറ്റാക്കി വെക്കാം. ഒരു 2-3 ചുറ്റും മതി, അത് അഴിഞ്ഞ് വരില്ല. നല്ല ചുറ്റിയ ശേഷം കട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ ടിപ്പ് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് അവിടെ സീൽ ചെയ്ത് വെക്കാം. പിന്നെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് യു ഷേപ്പിലുള്ള സ്ലൈഡാണ്. സാധാരണ നമ്മൾ പൂവെല്ലാം കുത്താൻ ഉപയോഗിക്കുന്ന ചെറിയ സ്ലൈഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സ്ലൈഡ്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതേ ഒരു മെത്തേഡ് മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള സ്ലൈഡ്സ് യൂസ് ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ബ്രൈഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ഈ സിംഗിൾ പീസായിരിക്കില്ല, ഇതുപോലെ കുറേ സ്ലൈഡിൽ ചെയ്തിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ ചീർപ്പ് പോലെ തന്നെ നല്ല വീതിയിൽ സ്ലൈഡ്സ് വാങ്ങിക്കാൻ കിട്ടും. അതിലും ഇതേ ഡിസൈൻ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈൽ കെട്ടുകയാണെങ്കിൽ അതിന് മുകളിൽ ഇങ്ങനെ നമുക്ക് സ്ലൈഡ് വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ചുറ്റും വെക്കുന്ന പോലെ ഒരു പാക്കറ്റ് ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.